തെരഞ്ഞെടുപ്പ് തോൽവികൾ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജയിലിലായാൽ പദവി നഷ്ടപ്പെടുന്ന ഭരണഘടനാ ബില്ലിനെ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്ന് പ്രതിപക്ഷം വിശദീകരിക്കണം. ജയിലിൽ പോയാലും പദവി രാജിവെക്കേണ്ട എന്ന കീഴ്വഴക്കം വരുന്നുണ്ട് എന്നും നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രിയെയും ബില്ലിന്റെ പരിധിയിൽ കൊണ്ടുവന്നത് എന്നും അമിത്ഷാ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. जेल में डालने का जो प्रावधान है वो एनडीए सरकार ने नहीं बनाया है, वो सालों से यहां चल रहा है। दूसरी बात कि ये जो आपने कहा कि गंभीर आरोप की व्याख्या क्या होगी, तो उसमें हमने व्याख्या कर दी है कि 5 साल से ज्यादा सजा का जहां प्रावधान है वहां पर उनको पद छोड़ना पड़ेगा। कोई छुटपुट आरोप के लिए पद नहीं छोड़ना है, मगर जिन पर करप्शन के आरोप है या 5 साल से ज्यादा सजा के आरोप है, ऐसे मंत्री, मुख्यमंत्री या प्रधानमंत्री जेल में बैठकर सरकार चलाए। आज भी भारत के जन प्रतिनिधित्व कानून जो है उसके अंदर प्रावधान है कि किसी भी चुने हुए प्रतिनिधि को 2 साल या इससे अधिक समय के लिए सजा होता है तो वो अपने स्थान से मुक्त हो जाए। വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. ജിഷ്ണു, പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഒരു ബില്ലിന്റെ കീഴിൽ കൊണ്ടുവരികയാണ്. അതായത് ഒരു ജയിലിൽ കിടന്ന് ആരും ഭരിക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷത്തെ കുത്തിക്കൊണ്ടുള്ള കൃത്യമായ അമ്പെയ്തുകൊണ്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ അമിത്ഷായുടെ ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കലാണ് ഇന്ന് നടന്നത്. ജയിലിൽ ആയാൽ പദവി നഷ്ടപ്പെടുന്ന ഭരണഘടനാ ബില്ലിനെ അവർ എന്തിനാണ് എതിർക്കുന്നത് എന്ന കൃത്യമായ ചോദ്യം ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? രാഖി, വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് നിലവിൽ ഈ ഭരണഘടനാ ഭേദഗതി 130 ബില്ല് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിലവിൽ അതിൻ്റെ ആ സാഹചര്യത്തെക്കുറിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മുൻപും നിരവധി നേതാക്കൾ ഇത്തരത്തിൽ വിവിധ കേസുകളിൽപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ മാന്യതയുടെ പേരിൽ രാജിവെച്ചുകൊണ്ട് പദവികൾ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഏത് കേസുകളിൽപ്പെട്ടാലും ജയിലിൽ പോകുമ്പോഴും ആ പദവി തുടരുകയും ജയിലിലിരുന്നു കൊണ്ട് ഭരണം നടത്തുകയും ചെയ്യുന്നതൊരു കീഴ്വഴക്കമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനധികം ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെയും മന്ത്രിയായിരുന്ന സത്യനേന്ദ്ര ജെയിൻ്റെയെല്ലാം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നിങ്ങൾ കണ്ടതാണ്, അവർ ഇത്രയും വലിയൊരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ജയിലിലിരുന്നു കൊണ്ട് ഭരണം നടത്തിയത് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ കളങ്കം വരുത്തുന്നതാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് വലിയ മഹത്വമുണ്ട്. നിങ്ങൾ എന്താണ് കരുതുന്നത്? 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസിൽ പ്രതി ചേർത്താൽ പിന്നീട് അയാൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിരുന്ന ജനങ്ങളെ ഭരിക്കണമെന്നാണോ പ്രതിപക്ഷം പറയുന്നത്? എന്തുകൊണ്ടാണ് ജയിൽവാസം അനുഭവിച്ചാൽ പദവി നഷ്ടപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് എന്ന് പ്രതിപക്ഷം ജനങ്ങൾക്ക് മുൻപിലെങ്കിലും ചുരുങ്ങിയത് വിശദീകരിക്കാൻ തയ്യാറാകണം. കാരണം ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മഹത്വം കൂടുതൽ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനും അത് കാത്തുസൂക്ഷിക്കുന്നതിനുമാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ജയിലിൽ അടയ്ക്കേണ്ടി വരുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രിയായോ പ്രധാനമന്ത്രിയായോ മന്ത്രിമാരായോ ജനങ്ങളെ ഭരിക്കാനുള്ള അവകാശമില്ല. ഇത്തരത്തിലുള്ള ഭരണം നടത്തുമ്പോൾ ഉദ്യോഗസ്ഥരും മറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ജയിലിൽ പോയി ഈ നേതാക്കളെ കണ്ടുകൊണ്ട് ഭരണം നടത്തേണ്ട അവസ്ഥയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ലിൻ്റെ രൂപകൽപ്പനയുടെ സമയത്ത് പ്രധാനമന്ത്രിയെയും ഈ ബില്ലിൻ്റെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് നരേന്ദ്രമോദി തന്നെയാണ്. ആദ്യം ഈ ബില്ല് രൂപകൽപ്പന ചെയ്യുമ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയായിരുന്നു ആ ബില്ലിൻ്റെ പ്രാഥമിക കൂടിയാലോചനകളിൽ നിയമ ഭേദഗതിയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതെങ്കിൽ ചർച്ചകളിൽ പ്രധാനമന്ത്രിയെയും ആ ബില്ലിൻ്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിൽ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിക്കുകയും അത് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രിയാണ്. അത്തരത്തിൽ സുതാര്യമായിട്ടുള്ള നടപടിയാണ് അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ഉദ്ദേശമാണ് ഈ ബില്ലിൻ്റെ മുകളിലുള്ളത്. രാജ്യത്തെ നിയമവും ഒപ്പം കോടതി സംവിധാനവും സുതാര്യമായി നമുക്ക് മുൻപിലുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിനെയും അത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കാനോ കാലാകാലം ജയിലിൽ അടയ്ക്കാനോ സാധിക്കില്ല. അത്തരത്തിലൊരു നിയമവ്യവസ്ഥയോ കോടതി വ്യവസ്ഥയോ അല്ല നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. സുതാര്യമായ കോടതി വ്യവസ്ഥയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും അന്യായമായ നടപടികളുണ്ടെങ്കിൽ അത്തരം നേതാക്കൾക്കും
പാർട്ടികൾക്കും കോടതിയെ സമീപിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ കൊടുക്കാനാണ് ഈ ബില്ലിലൂടെ ശ്രമിക്കുന്നത് എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല. മറ്റെന്ത് കാരണമാണ് ഈ ബില്ലിനെ എതിർക്കാനുള്ളത് എന്ന് പ്രതിപക്ഷം ജനങ്ങളോട് വിശദീകരിക്കണം. ഒപ്പം അദ്ദേഹം ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഏറ്റ തോൽവിയുടെ നിരാശ രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും സാമാന്യ ബോധത്തെ പോലും നഷ്ടപ്പെടുത്തിയെന്ന വിമർശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഭരണവുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും പ്രതിപക്ഷം സഹകരിക്കാറില്ല. ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ ചർച്ച നടക്കും. ബിൽ ഉറപ്പായും പാസ്സാക്കുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുള്ളത്. കൂടാതെ പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും രാജ്യത്തിന് മുൻപോട്ട് പോകണ്ടേ എന്ന ചോദ്യവും ഈ അഭിമുഖത്തിൽ അദ്ദേഹം ഉയർത്തുകയുണ്ടായി. കൂടാതെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. ആരോഗ്യ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലുമാണ് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞത്. അത് അനാവശ്യ വിവാദത്തിലേക്ക് വഴിച്ചിടാൻ കോൺഗ്രസ് ശ്രമിക്കുകയുണ്ടായി. ഒപ്പം നിലവിൽ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് RSS ബന്ധമുണ്ടല്ലോ എന്ന ചോദ്യം ഈ അഭിമുഖം നടത്തവേ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായി. അപ്പോൾ അമിത്ഷാ വ്യക്തമാക്കിയത് അതിന് എന്താണ് പ്രശ്നം, RSS ബന്ധമുള്ളത് അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെടുന്നത് എന്തെങ്കിലും പോരായ്മയായി നിങ്ങൾ കാണുന്നുണ്ടോ, അത് ഏതെങ്കിലും തെറ്റായി നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് അമിത്ഷാ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അടൽ ബിഹാരി വാജ്പേയിക്കും അദ്വാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തനിക്കും RSS ബന്ധമുണ്ട്, അതൊരു പോരായ്മയായി. തെരഞ്ഞെടുപ്പ് തോൽവികൾ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുന്നു. ജയിലിലായാൽ പദവി നഷ്ടപ്പെടുന്ന ഭരണഘടനാ ബില്ലിനെ അവർ എന്തിനാണ് എതിർക്കുന്നത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയേണ്ടത് പ്രതിപക്ഷമാണ്. ഇത്തരത്തിൽ ജയിലിൽ കിടന്ന് ഭരണം നടത്തുന്ന ഒരു കീഴ്വഴക്കം ഇവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അമിത്ഷാ ഇന്ന് പ്രത്യേക അഭിമുഖത്തിൽ. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.